ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ കൊള്ളാം. എന്താ? ചെല്ലുന്നിടത്തും വിചാരിക്കുന്നിടത്തും ഒക്കെ കൂട്ടിന് തമ്പുരാന് പേർ ഇഷ്ടം പോലെ പെൺകുട്ടികളില്ലേ? എന്നിട്ടും സാവിത്രി കുട്ടിയെ എന്തിനാ വെറുതെ? ദയവ് ചെയ്ത് തമ്പുരാൻ ഇനി ഇവിടെ വരരുത്. ആ കുട്ടിയെ ഉപദ്രവിക്കരുത്. പ്രതാപവർമ്മ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. തമ്പുരാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ സാവിത്രി കുട്ടിയെ വെറുതെ വിടണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അത് തീരുമാനിക്കാൻ നീ ആരാ? അവളുടെ സമ്മതക്കാരനോ? തോന്നുമ്പോ ഇവിടെ കയറി വന്ന് അവരെ ശല്യപ്പെടുത്താൻ നമ്മളാരാ? സംബന്ധക്കാരനോ? വേണ്ട. അടിച്ചാൽ ഏത് പൊന്ന് തമ്പുരാനെയും തിരിച്ചടിക്കണമെന്നുള്ളത് എന്റെ നിർബന്ധമാണ്. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. തെരുവ് ജീവിക്കുന്ന എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ അങ്ങനെയല്ല. ഊരും പേരുമില്ലാത്ത ആ തെണ്ടിയാണോ വടക്കേക്കരത്തെ കാര്യക്കാരൻ? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ ആരധികാരം കൊടുത്തു അറിയണം എനിക്ക്. തമ്പുരാൻ ക്ഷമിക്കണം. ഇവിടത്തേക്ക് എതിരായിട്ട് ഞങ്ങൾ ആരെങ്കിലും മിണ്ടുവോ? രാവും പകലുമില്ലാതെ ചാരായം കുടിച്ചിറക്കുന്ന വിവരദോഷി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്. വിവരദോഷമായിട്ട് തോന്നിയില്ല എനിക്ക്. തീയില്ലാണ്ട് പുക ഉണ്ടാവില്ല എന്ന് അറിയാലോ എനിക്ക്, ഇല്ലേ? അറിയാം. എങ്കിൽ പിന്നെ ആ തീ എവിടുന്നാണെന്ന് അറിയണ്ടേ? വേണ്ടടോ? വേണം. അച്ഛനാര് ബുദ്ധിമുട്ടണ്ട. പ്രതാപവർമ്മയുടെ മുമ്പിൽ വാലാട്ടാത്ത ഒരു പട്ടിയും ഈ കാക്കരക്കടവിൽ കുറച്ചിട്ടില്ല. അത് ഓർമ്മയുണ്ടായാ മതി. പറഞ്ഞു കൊടുത്തേക്ക് മരുമോളോടും. വടക്കേക്കര തറവാട്ടിൽ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടാതെ തീരുമാനിക്കാൻ എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്ന സർക്കസുകാരൻ. അവനും ഈ തറവാട് തമ്മിൽ എന്താ ബന്ധം? നിന്നെ തമ്പുരാൻ കാണണോ കാണണ്ടോ നിശ്ചയിക്കാൻ അവൻ നിന്റെ ആരാ? ഇതുവരെ ഈ തറവാടിന് ശാപായിരുന്നു നീ. ഇനിയിപ്പോ തറവാടിന് കളങ്കാവണോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും മനസ്സിൽ നിരച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട. അത് പ്രതാപവർമ്മ തമ്പുരാനെതിരായി ഒരു ഇല അനങ്ങില്ല ഈ കാക്കരക്കടവില്. അതല്ല എല്ലാറ്റിനെയും കൂടി പടിയിറക്കി തെണ്ടിക്കാനാ ഭാവച്ചാ പറഞ്ഞാ മതി. അഞ്ചെട്ടെണ്ണുണ്ടല്ലോ ഒക്കേറ്റിനും വിഷം കൊടുത്തിട്ട് ചത്തോളാം ഞാനും. ജീവിക്കാൻ തമ്പുരാന്റെ സഹായം വേണം. മരിക്കാൻ നിന്റെ സമ്മതം. ഏതാ വേണ്ടത് തീരുമാനിച്ചോളൂ. ഭീമ, ഓ ആ വരവിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം സൽക്കാരം ഒന്നും വേണ്ട. നാറിയോനെ പേറിയോരും നാറെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നാറി, എല്ലാം കൊണ്ടും നാറി. എന്ത് പറ്റിയാവോ? പറ്റാൻ ഇനി ഒന്നുമില്ല. കൂടുതൽ എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഇവിടുന്ന് കുറ്റിയും പറിച്ച് പൊക്കോളണം. ഇനി ഈ കളി ഇവിടെ വേണ്ട. കേറി മുറത്തിക്കറി കൊട്ടാൻ തുടങ്ങി തെണ്ടികള്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ കാര്യം എന്താന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അതെ, ആ തല തെറിച്ചവനുണ്ടല്ലോ സൈക്കിൾ അഭ്യാസി ശങ്കു, അവനോട് ചോദിക്കും. അവൻ പറയും എന്താ കാര്യം. മനസ്സിലായില്ല അല്ലേ? ഇനി ഇവിടെ നിന്ന് തമ്പുരാന്റെ ആൾക്കാർ മനസ്സിലാക്കി തരും. അത് അവനോടുകൂടി പറഞ്ഞേക്ക്. ദേവി, അരുതാത്തത് ചെയ്തെങ്കിൽ ഓർക്കണം. ശങ്കുവിന്റെ വിവരക്കേടാ. മനസ്സിൽ തോന്നിയ മറച്ചു വയ്ക്കാൻ അറിയില്ല. എന്തായാലും ഞാൻ ചെയ്തത് തെറ്റാണോ? തെറ്റും ശരി എനിക്കറിയില്ല. എന്നോടൊന്നും പറയരുത്. ദയവ് ചെയ്ത് ഇനി എന്നെ കാണരുത്. വിധിയുടെ മുമ്പിൽ ഒരുപാട് തോറ്റില്ലേ? അത് ദൈവനിശ്ചയമായിരിക്കാം. പക്ഷെ ആ വൃത്തികെട്ട തമ്പുരാന്റെ മുമ്പിൽ ദേവി തോൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ആരൊക്കെ കൂട്ടുനിന്നാലും ദേവി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത് വിധിയാണത്? ആർക്കും തടുക്കാനാവാത്ത വിധി. അതിന്ന് എനിക്ക് രക്ഷയില്ല. അങ്ങനെ പറയരുത്. ഈ പാണപ്പുഴയ്ക്ക് അപ്പുറത്തും ഒരു ലോകമുണ്ട്. കഴുകനും കടലിനും കൊടുക്കാതെ കാവലിരിക്കാൻ ഞാനും ഉണ്ട്. ഇല്ല, അതിന് കഴിയില്ല. ആരെക്കൊണ്ടും കഴിയില്ല. അഗ്നിയാണ് ഞാൻ. തൊട്ടതൊക്കെ കരിഞ്ഞ് ചാമ്പലാവും. ഒരു തുമ്പപ്പൂവിനെ പോലും ആശിച്ച് ഞാനൊന്നും നോക്കാറില്ല. അതും കരിഞ്ഞു പോയാലോ? അതാണ് എന്റെ വിധി. ആ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, മറന്നേക്കൂ. എന്നെ മറന്നേക്കൂ. എന്താ ഇന്ന് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ? കളി തുടങ്ങേണ്ട നേരമായില്ലേ? പാട്ടൊന്നും വെക്കുന്നില്ലേ?
എന്ത് പറ്റി എല്ലാവർക്കും? ഇവിടെ വല്ലവരും ചത്തോ? എന്താ പരമായത്? എന്താ കസ്തൂരി? കസ്തൂരി 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 നിക്കാൻ. വേണ്ട, പോവിടുന്ന്. കാണണ്ട എനിക്ക്. എന്ത് പറ്റി നിനക്ക്? പറ്റിയത് എനിക്കല്ലല്ലോ. എന്റെ മോള് കരയണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? വിസ്തരിക്കണോ ഞാൻ? കണ്ണോണ്ട് കണ്ടതാ. എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്. കണ്ടപ്പോഴേ മയങ്ങിപ്പോവാൻ ആ പെണ്ണുവല്ല കൈവശം തന്നോ ചങ്കോടിന്? കസ്തൂരി! ഓ, അവളെ പറ്റി പറഞ്ഞപ്പോ നാവ് പൊങ്ങി. ചങ്കോടന്റെ ആരാ അവള്? എനിക്കറിയണം. ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, പറയണ്ട. വലിയോടത്തെ തൊലിവെടുത്ത പെണ്ണിനെ കണ്ടപ്പോ എല്ലാം മറന്നു. എന്നെയും മറന്നു. ഞാൻ ആട്ടക്കാരിയല്ലേ, പാവപ്പെട്ടവളല്ലേ. ഇത്രയും കാലം കൂടെ നടന്ന് മോഹിച്ചിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല. കരിങ്കല്ല മനസ്സില്. ആശിക്കുന്നൊക്കെ ആരോടും ചോദിക്കാതെ കട്ടെടുക്കാറുണ്ട് ഞാൻ. പക്ഷെ ഇത് അന്ന് എന്നോട് പറഞ്ഞില്ലേ, അവകാശമില്ലാത്ത ഒന്നും ആശിക്കരുതെന്ന്. ഇപ്പോഴാ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മോളെ, മോളെ, എന്റെ മോളെ ശംഖുവണ്ണം വേദനിപ്പിച്ചോ? എന്തെങ്കിലും എന്റെ മോളെ കരയിപ്പിച്ചിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ കരയണ? ദുഷ്ടനാ അല്ലേ? കരിങ്കല്ല എന്റെ മനസ്സില് അല്ലേ? പറഞ്ഞില്ലേ നീയെ? എന്തിനാ എന്റെ മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയത്? എന്തിനാ വെറുതെ ആശിക്കാൻ പോയത്? ഈ തോളത്തിട്ട് പാട്ടുപാടി ഉറക്കിയിട്ടില്ലേ നിന്നെ ഞാൻ? നീ അണ്ണാന്നല്ലേ ഇതുവരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അണ്ണൻ? പിന്നെ എന്തിനാ വെറുതെ കരയുന്നത്? കണ്ടോ ഇവള് കരയണത്? തെരുവിന്ന് കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പോ അച്ഛാന്ന് വിളിക്കാനല്ലേ എന്നെ പഠിപ്പിച്ചത്. ഇന്ന് വരെ ഞാൻ അങ്ങനെയല്ലേ വിളിച്ചിട്ടുള്ളൂ. 1.5 വയസ്സുള്ള ഇവളെ ഈ കൈത്തണ്ടേ വെച്ച് വരുമ്പോ പെങ്ങളാണെന്ന് കരുതാനല്ലേ പറഞ്ഞത്. ഇതുവരെ ഞാൻ അങ്ങനെയല്ലേ കരുതിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ വെറുതെ? ഞാൻ കഴിച്ചവല്ലോ. ഇല്ല, കഴിക്കണ്ടേ? വേണം, വാ. എല്ലാവരെയും പോലെ ഞാനും ചിന്തിക്കുന്നു എന്നീ വിചാരിക്കരുത്. ഇപ്പോ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ. സത്യത്തിന് നേർക്ക് കണ്ണടച്ചുകൊണ്ടായില്ലല്ലോ. ഇപ്പോ സാവിത്രിക്കുട്ടിയുടെ വിധിയെ എനിക്ക് പേടിയാണ്. ഈ കാക്കരക്കടവിനെയും. നന്മകളുള്ള ഒരു മനസ്സുണ്ടാവണത് ചിലപ്പോഴെങ്കിലും ഒരു കുറ്റമാണോ? നിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷേ വേണ്ട ശങ്കു, നീ പോലും അറിയാതെ നിന്റെ മനസ്സിപ്പോ അവളിലേക്ക് അടുക്കുകയാണ്. ചിലപ്പോ സഹതാപം കൊണ്ടാവാം, അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ആരാധന കൊണ്ട്. ഇനി ഒരു ദുരന്തം കൂടി വേണ്ട. ആശ കൊടുക്കല്ലേ എന്റെ മോക്ക്. തിരിച്ചു പോകാൻ വന്ന ഒരു നാടോടിയല്ലേ നീ. നിനക്ക് തിരിച്ചു പോകാതെ പറ്റില്ല. മറന്നേക്ക്. അച്യുതൻ നായരുടെ നല്ല കാലം. ഇനി തമ്പുരാന്റെ സഹായമില്ലാതെ ജീവിച്ചു പോകും. കാവലിടക്കാനും വക്കാലത്ത് പിടിക്കാനും ഇപ്പൊ വേറെ ആളുണ്ടല്ലോ. ഒരു ചായ. തമ്പുരാൻ പഠിപ്പുര കയറുന്നതില ചിലർക്കൊക്കെ മുറുമുറുപ്പ്. ഊരും പേരും ജാതിയും ഇല്ലാത്ത നാക്കൊക്കെ അവിടെ കയറി അങ്ങ് നിരങ്ങ. പ്രതാപവർമ്മ തമ്പുരാൻ ആരാണെന്ന് കാക്കര കടവുകാർക്കറിയാം. അത് അറിഞ്ഞുകൂടാത്തവർക്കൊന്നും പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ഞൂട്ടി നായരെ. മതി മതി, നിർത്ത്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറ, അതാണത്തോ. പറയാനുള്ളൊരു മുഖത്ത് നോക്കി തന്നെ പറഞ്ഞോളൂ.
അതൊക്കെ നീ കാണാനും കേൾക്കാനും പോകുന്നേ ഉള്ളൂ. നിന്നെ ഒന്നും തല്ലിയിട്ട് കാര്യമില്ല. ആർക്കോ വേണ്ടി കുറയ്ക്കുന്ന വാലാട്ടി പട്ടിയല്ലേ നീയൊക്കെ. ഒന്നും എവിടെയും കരുതി വെച്ചിട്ടല്ല ശംഖു നടക്കുന്നത്. തിരിച്ചെല്ലാമെന്ന് ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. പറഞ്ഞേക്ക് തമ്പുരാനോട്. ഇന്ന് വരെ തമ്പുരാനെതിരായിട്ട് കാക്കരക്കടൽ ഒരുത്തനും മിണ്ടിയിട്ടില്ല. പിന്നെയല്ലേ എവിടുന്ന് വന്ന ഒരു വരുത്തൻ, അതും ഒരു തെരുവ് തണ്ടി. ഇതൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? പറഞ്ഞു. അപ്പോഴല്ലേ അവന്റെ വീരവാദം പറച്ചില്. രണ്ടും കൽപ്പിച്ച അവന്റെ നടപ്പ്. തമ്പുരാൻ അവന് വെറും പുല്ലാത്രേ. എന്റെ എച്ചിൽ നിന്നിട്ട് ഇവിടെ വന്നത് പറയാൻ നാണമില്ലടാ നിനക്കൊക്കെ. ഒറ്റ കുത്തിന് മലത്തിയാന്. പിന്നെ തമ്പുരാനോടൊരു വാക്ക് ചോദിച്ചിട്ടാവാന്ന് കരുതിയാ വന്നത്. തമ്പുരാൻ എന്നൊന്ന് മൂളിയാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. ആ